Krishna's color key. Let's talk, let's chat, and let's enjoy. ഹലോ, കൃഷ്ണാസ് കോളിക്കിലേക്ക് ഒന്നും കൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പാട്ടുകളൊന്നുമില്ല, പാട്ടുകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്, അതായത് കൂടോത്രം. ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ, കൂടോത്രത്തെക്കുറിച്ച്. ഈ കൂടോത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി ഇതിൽ വിശ്വാസം കുറവുണ്ടായിരുന്നു. അത് തന്നെ ഇപ്പോൾ കുറച്ച് വിശ്വാസം വന്നു തുടങ്ങി എന്ന് വേണം പറയാനായിട്ട്. അതെന്താണെന്നറിയോ, സിനിമാ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ പേരും കയ്യിൽ 4-5 ചരടുണ്ടാവും, കുറേ ഏലസുകളുണ്ടാവും. പിന്നെ നമ്മൾ ദേഹരക്ഷ എപ്പോഴും നമ്മൾ ഒരു ഏലസ് കരുതാറുണ്ട് ഇല്ല, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ അമ്മമാരോ അച്ഛനോ ഒക്കെ അമ്മയോ അച്ഛനോ ഒക്കെ നമ്മളെ ഫോഴ്സ് ചെയ്ത് നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഓക്കെ, അവരുടെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ അത് കരുതിക്കൊണ്ട് നടക്കുന്നു, കൂടെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, അത് നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും നമ്മളിത് വിശ്വസിക്കത്തില്ല. നമുക്ക് അനുഭവം വരിക, അല്ലെങ്കിൽ നമുക്കറിയാമെന്നുള്ളവർ അനുഭവിച്ചു എന്ന് പറയുമ്പോഴായിരിക്കും നമ്മളത് അപ്പോഴും വിശ്വസിക്കാമെന്നറിയില്ല. കൂടുതൽ പേർക്കും സ്വന്തമായിട്ടൊരു അനുഭവം വരുമ്പോൾ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്ന 2011 ഞങ്ങൾ ന്യൂ കാസിലിൽ പോയിരുന്നപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കര ട്രാവലറാണ് കേട്ടോ. പലയിടത്തും ഇങ്ങനെ ട്രാവൽ ചെയ്ത് കുറേ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ആക്ച്വലി മോൻ ഉണ്ടായതിന് ശേഷമാണ് ട്രാവൽ ഇന്ന് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ട്രാവൽ മൊത്തം ഒന്നുകിൽ ഇന്ത്യയിലോട്ടായിരിക്കും, മിക്കവാറും ഇന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അബുദാബി, ദുബായ്, ഷാർജ ഇങ്ങനെ. കാരണം നമ്മുടെ സിനിമാ സംബന്ധമായ വർക്കിന് വേണ്ടിയിട്ടാണ് ബാക്കി സമയങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി 2-3 ഇയേഴ്സായിട്ട് നമ്മുടെ ട്രാവൽസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോൻ പറയുന്നുണ്ട് നമുക്ക് ഇനിയും നമുക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് 2011 അന്ന് ഞങ്ങൾക്ക് മോനില്ല. അപ്പോൾ ഞങ്ങൾ ന്യൂ കാസിലിൽ എൻ്റെ ബ്രദർ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ന്യൂ കാസിൽ ഭാഗത്ത് ഞങ്ങളവിടെ താമസിക്കുകയും കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു 4-5 പ്രാവശ്യം ഞാൻ UK ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ജിപ്സിനെ കണ്ടു. ഈ ജിപ്സിനെ കാണുമ്പോൾ നോർമലി ഒരു ഇംഗ്ലീഷുകാരിയാണ് ജിപ്സി. നമ്മൾ പണ്ട് കഥകളിലൊക്കെ കേട്ടിരിക്കുന്ന പോലത്തെ ഒരു ജിപ്സി. പക്ഷേ നേരിട്ട് കാണുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല, സാധാരണ ഒരു ലേഡിയായിട്ട്. പക്ഷേ ഇവർ നമ്മളെ കൈ നോക്കാനായിട്ട് ക്ഷണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അപ്പം ഹസ്ബൻഡ് നമുക്കൊന്ന് പോയി നോക്കാം, നമ്മൾ ജിപ്സി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ, നമുക്ക് എന്താണ് സംഭവം. അപ്പോൾ ഇവരുടെ ഒരു വണ്ടിയുണ്ട്, ഒരു കാളവണ്ടി പോലെ, കാളവണ്ടിയല്ല, കുതിരവണ്ടി പോലെ ഒരു സംഭവം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുതിരകളുണ്ടായിരുന്നു എന്നാണ് അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ കുതിരവണ്ടി തന്നെയാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ കയറി ഇരുന്നിട്ട് എന്നോടൊരു കൈയാണ്, പിന്നെ എന്നെ നോക്കണ്ട, എനിക്കങ്ങനെ താല്പര്യമില്ല കാണിക്കാമെന്ന്. അപ്പോൾ അവരോട് എന്തായാലും ഒന്ന് കാണിക്കും. അപ്പം എന്നെ ഹസ്ബൻഡ് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു. അപ്പോൾ ഇവർ കൈ നോക്കുന്ന സമയത്ത് അവരുടെ മുഖമൊക്കെ ഫേസൊക്കെ മാറിയിട്ട് കണ്ണൊക്കെ ശരിക്കും ഒരു ഡയമണ്ട്, നമ്മൾ പറയാം രത്നങ്ങൾ പോലെയൊക്കെ കണ്ണായിട്ട് ഇവർ ശരിക്കൊരു വിച്ചിൻ്റെയൊക്കെ രൂപമായി മാറും. കാര്യം ഞാനിവർ കുതിരവണ്ടിക്ക് പുറത്ത് കാണുമ്പോൾ ഭയങ്കര നല്ലൊരു ലേഡിയായിട്ടാണ്. അത് അവർ ഒരു ഏതോ ഒരു പവറിലേക്ക് മാറിയിട്ട് ഇവരെ കൈ നോക്കിയിട്ട് വിശ്വാസം ഇല്ലല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഇല്ലാന്ന്. എങ്കിൽ ഞാൻ നിങ്ങളുടെ കൈ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ നോക്കിയില്ല. ഇംഗ്ലീഷാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്താ പറഞ്ഞാൽ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞെന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് ഹസ്ബൻഡ് ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിപ്പോൾ ഷെയർ ചെയ്യുന്നില്ല നിങ്ങളുടെ അടുത്ത്. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നാളും ഞാനൊരു ദിവസം അമ്പലത്തിൽ പോയി, ഒരു ദേവീക്ഷേത്രത്തിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ എന്നെ കണ്ടപ്പോൾ ഈ കൈ നോട്ടക്കാരൻ ഓടിക്കൊണ്ട് വന്നതിന് ശേഷം പറഞ്ഞു മോളെ കൈ നോക്കിയിട്ട്. ഞാൻ വിളിക്കുമോ എൻ്റെ കൈ നോക്കണ്ട പ്ലീസ്, വേണ്ട. അപ്പോൾ എന്നാൽ മുഖം നോക്കിയിട്ട് മുഖം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു നോക്ക് നല്ലപോലെ കൂടോത്രം ചെയ്യുന്ന 1-2 പേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, ചെയ്യുന്നതുകൊണ്ട് നടന്നോട്ടെ, നമ്മൾക്ക് ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ അമ്പലത്തിൽ പോയപ്പോൾ ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും ചിന്തിക്കാറുണ്ടല്ലോ, ഇതെന്തായത് നമ്മൾ മറ്റുള്ളവർക്ക് നല്ലതാണല്ലോ ചെയ്യുന്നത്, ചിലർക്ക് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്ത് വരുന്നത് മോശമായ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ട്, അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ സംസാരിക്കും. ഞാനിങ്ങനെ നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന ദൈവത്തിനോടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും ഈശ്വര ഞാൻ അവർക്ക് നല്ലത് പറഞ്ഞതെന്നാണ് വിചാരിച്ച് ചെയ്തത്. പക്ഷേ ചെന്ന് സംഭവിക്കുന്നത് എന്താ, ഒരു നെഗറ്റീവായിട്ടായിരിക്കും അത് വരുന്നത്. അതായത് ഞാൻ 2 കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കാൻ പോകും, നമ്മൾ സഹായിക്കാൻ പോകരുത്. ഒരാൾ ജോലിക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ അവർക്ക് ജോലി കൊടുക്കുക, പക്ഷെ നമ്മൾ സഹായിക്കുന്നൊന്നും ചിന്തിക്കാനേ പോകരുത്, എങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ദൈവത്തിനോട് പറഞ്ഞ് സഹായിക്കണം വിചാരിച്ചിട്ടാണ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ ചിലപ്പോഴൊക്കെ അവർക്കത് തൃപ്തിയാവാതെ പോകുന്നത് നമുക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ നടയിൽ നമ്മൾ നിന്ന് തൊഴുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്, വരി വരിയായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നിൽക്കുന്നു. പെട്ടെന്ന് എൻ്റെ ബാക്കിൽ മോനുണ്ട്, മോൻ്റെ ബാക്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരാൾ എൻ്റെ തോളത്തൊരു തട്ട് തട്ടിയിട്ട് ഒന്ന് മാറിയിരിക്കുന്നുണ്ടോ, തൊഴാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ലൗഡ് നോയ്സും അയാൾ എന്നെ കുറേ അങ്ങോട്ട് ചീത്തയും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ ഞാനിപ്പോൾ എന്താ ചെയ്തത്, ഞാൻ ഈ വരിയിൽ എല്ലാവരുടെ കൂട്ടത്തിലും പോകുന്നു, ഞാൻ എല്ലാവരെയും പോലെ ഞാനും ഒന്ന് എത്തി നോക്കുന്നുണ്ട്, എത്തി നോക്കിയിട്ടൊന്നും കാര്യമില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മളൊരു ഒരു ഒരു ഫ്രണ്ടിലെത്തിയാൽ മാത്രമേ നമുക്കത് ദേവിയെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് എന്നോട് തിരിഞ്ഞു നോക്കുമെന്ന് ആരോ എൻ്റെ ഉള്ളിൽ പറഞ്ഞ പോലെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി, അയാൾ ആരാന്നൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പിന്നെ ഞാൻ സാധാരണ പോലെ നേരെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ നോക്കി, ദേവിയുടെ നടയിലോട്ട് നോക്കിയിട്ട് ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയി. അപ്പോൾ പകുതി എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു സെൻറ്റർ ഉണ്ട്, പോയിൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ ഒന്ന് തൊഴാം. അപ്പം ഞാൻ അവിടെ ഒന്ന് സമാധാനമായിട്ട് തൊഴുതു. എന്നിട്ട് കുറച്ച് നടന്നപ്പോഴത്തേക്കും എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഹസ്ബൻഡ് പ്രിയദർശൻ. അപ്പോൾ പ്രിയദർശൻ പറഞ്ഞു, ഒരു കാര്യം, എനിക്ക് പുറത്തിറങ്ങിയിട്ടാണ് അയക്ക് 2 കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, വേണ്ട, ദേവി കാണുന്നുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഇതിനെ ഇതാക്കുന്നത്, പോട്ടെ, നടയിൽ വെച്ചല്ലേ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി 2-3 അടി വെച്ചതും പെട്ടെന്ന് ഒരു അശ്വരി പോലെ ഒരു ഒച്ചത്തിൽ ഒരു ആരുടെയോ ഒരു ഒച്ച. എന്നിട്ട് എന്താണ്, നിങ്ങൾ കുറേ അവരെ ചീത്ത പറഞ്ഞാണല്ലോ, നിങ്ങൾ എന്തിനവിടെ കിടന്ന് കുറേ നേരം തൊഴുന്നതെന്ന് പറഞ്ഞ് അയാൾക്കിട്ട് ഇപ്പം എന്നെ ചീത്ത പറഞ്ഞ മനുഷ്യനിട്ട് അവിടെ നിന്ന് പോറ്റി, ഇനി കാണുന്നില്ല എവിടെ നിന്നാണ് ഈ പോറ്റി പറയുന്നത്, ഒരു അശ്വരീരി പോലെ അയാളെ ഇനി പറയാനൊന്നുമില്ല, തലങ്ങും വിലങ്ങും നാക്കിട്ട് പോറ്റി ഭയങ്കര ബഹളം. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു. അവിടെ നിന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പോറ്റിയിട്ട് ചോദിച്ചു, ഇവിടെ നിന്ന് തൊഴട്ടെ, ഇപ്പോൾ തൊഴുതോളുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നാൽ ഈ ചീത്ത കേട്ടതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പം കൂടെ നിന്നവരൊക്കെ എന്നോട് വിഷമമായിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ചീത്ത പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഇവർക്കൊക്കെ സന്തോഷം, എല്ലാവരും ചിരിച്ചു. എനിക്ക് അവിടെ നിന്ന് തൊഴാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞാൻ നന്നായി തൊഴുതിന് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ഈ കാണുന്നത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു പോറ്റിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, തൃപ്തിയായില്ലേ, ഞാൻ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് സന്തോഷമായി എന്ന് പറഞ്ഞ രീതിയിൽ പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് അവിടെ ദേവി കാണിച്ചു തന്നൊരു കാര്യം എന്താണെന്ന് കാണിച്ചു തന്നല്ലേ, നമ്മുടെ കണ്ണിന് മുമ്പിൽ, എൻ്റെ കണ്ണ് മുമ്പിൽ കണ്ടതാണ്. അതായത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്താലും, നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ആർക്കും നിങ്ങൾ നന്മയായിരിക്കും ഉദ്ദേശിച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ മറ്റൊരാൾക്ക് എന്തോ ചെയ്യാനോ പറയാനോ ഒക്കെ തോന്നുന്ന, പ്രശ്നം ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർക്ക്, വെറുതെ തോണ്ടിയിട്ട് പോകുന്നവർക്കാണെങ്കിലും നല്ലപോലെ ദേവി കൊടുക്കുന്നുണ്ട് എന്നുള്ള എനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ കൂടോത്രക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളെ അത് അനുഭവിക്കുള്ളൂ. അല്ലാതെ ഞാൻ അനുഭവിക്കുമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ മറ്റൊരാൾ അനുഭവിക്കും എന്ന് വിചാരിച്ച് നിങ്ങളത് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവത്തില്ല. പിന്നെ ഇത് ഞാനെടുത്ത് പറയാമല്ലോ, ഈ കൂടോത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടെ, അതായത് ഈ ഒരു അടുത്ത കാലത്ത് ഒരു സംഭവമാണ്, 2-3 ദിവസമായിട്ടോ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ കൂടോത്രത്തെക്കുറിച്ച് വിഷയം പറഞ്ഞത്. ഒരു മനുഷ്യന് ദേഹം മൊത്തം വേദന വന്ന് ഡോക്ടറെ കണ്ടു. കുറച്ച് നാളായി അദ്ദേഹം പല ഡോക്ടേഴ്സിനെ കണ്ട് മാറി മാറി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവസാനം ഒരു ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് അസുഖം ഇല്ല, അത് ഉറപ്പാണ്, അസുഖം കാണിക്കില്ല, പക്ഷേ ദേഹം വേദന ഉണ്ട്, ആൾക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റുന്നില്ല, എപ്പോൾ വേണേലും വീണു എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ ഡോക്ടറിനെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളൊരു ഉസ്താദിനെ ഒന്ന് പോയി കാണും, അതായിരിക്കും ബെസ്റ്റ് എന്ന്. അങ്ങനെ ആ മനുഷ്യൻ ഉസ്താദിൻ്റെ അടുക്കലെത്താണ്. ഉസ്താദിൻ്റെ അടുത്ത്, ഇത് വേണേൽ കഥയായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷേ നടന്ന സംഭവം കേട്ടോ. ഉസ്താദിനെ ചെന്നപ്പോഴത്തേക്കും ഉസ്താദ് പറഞ്ഞു, സമയം വൈകിപ്പോയല്ലോ എന്ന് പറഞ്ഞു. കാരണം നിങ്ങളൊന്ന് നേരത്തെ വന്നിരുന്നേ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം ഈ കൂടോത്രം ചെയ്ത് ആരോ കൂടോത്രം ചെയ്താന്ന് തോന്നുന്നു, ഇത് കൂടി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് അകപ്പെടുകയും ഈ മനുഷ്യൻ വീട്ടിലെത്തി 2 മണിക്കൂറിനുള്ളിൽ മരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി കൊണ്ട് ഒരാളുടെ മരണം സംഭവിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കൂടോത്രം ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? അപ്പോൾ നിങ്ങൾക്ക് കൈവേന കാൽവേന ഉണ്ടെങ്കിൽ ആശുപത്രി പോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും കുറച്ച് ആശുപത്രിയിലൊക്കെ കയറി എനിക്ക് കാലുവേന എന്ന് കാണിച്ചിട്ട് പ്രത്യേകിച്ച് രോഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇനി ആരെങ്കിലും കൂടോത്രം വെച്ചാണ്. പക്ഷേ ഞാൻ പറയുന്നു, നമുക്ക് നല്ല പ്രാർത്ഥനയും നല്ല ദൈവവിശ്വാസവും ഉണ്ടാവട്ടെ. അപ്പോൾ കൂടോത്രം ഏൽക്കില്ല എന്ന് ചിന്തിച്ച് മനസ്സിനെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ചിലപ്പോൾ ആ മനുഷ്യന് മരിക്കേണ്ട സമയം അടുത്തുകൊണ്ടായിരിക്കും വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തതുകൊണ്ട് കിട്ടിയത് എന്ന് ചിന്തിക്കാം. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം ഇനി ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരാൾ കൂടോത്രം ചെയ്തു, ഒരാൾ മരിച്ചു. ഈ പറഞ്ഞ ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ശരീരം വെടിയുന്നേ ഉള്ളൂ. ഈ ശരീരം വെടിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ സോൾ ഇസ് സ്റ്റിൽ ദെയർ. ഈ സോൾ ഇനിയും ഒരു ജന്മം ദൈവം കൊടുക്കും. കാരണം എന്തുകൊണ്ടാണ്?
ഈ സോളിന് എന്തായാലും തിരിച്ച് വന്നേ പറ്റൂ. മറ്റാരോ ചെയ്ത പ്രവൃത്തിയുടെ ഫലത്തിൽ അനുഭവിച്ചാണെങ്കിലും അങ്ങേര് തിരിച്ച് എന്തായാലും വേറൊരു ശരീരത്തിൽ കയറണം. അപ്പോൾ ഒരു കുഞ്ഞായിട്ട്, അടുത്ത കുഞ്ഞായിട്ട് ജനിച്ച് പിന്നെയും ഈ ഭൂമിയിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ തീരാത്ത ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹത്തിന് തീർക്കാനുള്ളൊരവസരം എന്തായാലും ഈശ്വരൻ കൊടുക്കും. അത് കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഡെസ്റ്റിനി അനുസരിച്ച് എന്തായാലും ഈശ്വരന് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനം എന്തായാലും നടപ്പാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും നെഗറ്റീവ് ഫോഴ്സിൽ ചെയ്താലും അത് ചെയ്തവർക്ക് ഏതെങ്കിലും കാലത്ത് വിപത്തായിട്ട് എന്തായാലും വരും. യൂഷ്വലി കലിയുഗമായതുകൊണ്ട് പറയുന്നത് കലി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നവർക്ക് ഇപ്പം തന്നെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യുക. നമ്മൾ എടുത്തു പറയേണ്ടത്, ഞാനിപ്പോൾ പറയുന്നത്, മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ടാവും സൗരഭ്യം, ഇല്ലേ? നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നല്ലത് കിട്ടും. അപ്പോൾ ബി പോസിറ്റീവ്, നെഗറ്റീവ് ആവാതിരിക്കുക. പിന്നെ എനിക്ക് വേറൊന്നും കൂടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സയൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ അവരോട് പറയുക, മനുഷ്യൻ്റെ എക്സ്റേ എടുത്ത് രോഗം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. MRI സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. പല രോഗമൊക്കെ ഉണ്ടെങ്കിൽ രോഗമില്ലാതെ മനുഷ്യനിൽ നെഗറ്റീവാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം നമ്മൾ ഇപ്പം എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ വല്ല മെറ്റൽസ് ഉണ്ടോ എന്നുള്ളത്, AK-47 ഒക്കെ ഉണ്ടോ എന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ തൊട്ടടുത്ത് വന്നിരിക്കുമ്പം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് എങ്ങനെയാണ്? അപ്പോൾ അവരുടെ ആ ഒരു എനർജി ഫീൽഡും കൂടെ അറിയാൻ പറ്റുന്ന ഒരു യന്ത്രം ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനായിരിക്കും ഫസ്റ്റ് ബയർ കേട്ടോ. എനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. കാര്യം എനിക്ക് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാനാണ് ഇഷ്ടം. കാര്യം നമ്മുടെ ഒരു ഫീൽഡ് ഹാപ്പിനെസ് ഉണ്ടാക്കുക. നേരത്തെ പറഞ്ഞ പോലെ മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം. നമ്മൾ നല്ല ചെയ്യുക, ഡു ഗുഡ്, think good, and experience the good things in life. Bye-bye. Krishna's color key. Let's talk, let's chat, and let's enjoy.